Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രൂക്കിന്റെ ഏറ്റവും പുതിയ TWS ആണ്. ഇത്തവണ ട്രൂക്കിന്റെ TWSന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അപ് ടു 30 dB ഉണ്ട്. അപ്പോൾ സാധാരണ ബഡ്ജറ്റ് സെഗ്മെന്റിലെ TWSനൊന്നും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാവാറില്ല. ഇവിടെ നമുക്ക് ട്രൂക്ക് ബഡ്സ് പ്രോ എന്നാണ് ഇതിന്റെ പേര്. ട്രൂക്ക് ബഡ്സ് പ്രോയിൽ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ വില ഇനോഗ്രൽ ഡേ സെയിലിന് 1699 രൂപ, അതായത് വെറും 1700 രൂപ ഇതിനകത്ത് വിലയുള്ളൂ. അതായത് 25th ഓഗസ്റ്റിനാണ് ഈ ഫസ്റ്റ് സെയിൽ. ആ ദിവസം 1699 രൂപയാണ്. അത് കഴിഞ്ഞാൽ 1999 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ സെയിൽ തന്നെ മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1700 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ട്രൂക്ക് ബഡ്സ് പ്രോൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ട്രൂക്ക് ബഡ്സ് പ്രോ. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അപ് ടു 30 dB, സീംലെസ് കണക്ടിവിറ്റി 5.2 ആണ്, ബ്ലൂടൂത്ത്, 50 millisecond ഗെയിമിംഗ് മോഡ് ഉണ്ട്, ലോ ലേറ്റൻസി ആണ്, 48 hours പ്ലേ ബാക്ക് ടൈം, ട്രൂ ഡീപ്പ് ബേസ്, 12.4 mm ടൈറ്റാനിയം ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോക്സിനകത്ത് വരുന്നത് 2 അഡീഷണൽ ഇയർ ടിപ്സ് ആണ്, USB Type-C പോർട്ടാണ് വരുന്നത്, ചാർജിങ്, ഇയർബഡ്സ്, ചാർജിങ് കേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ട്രൂക്ക് ബഡ്സ് പ്രോ. അപ്പോൾ നമുക്കിനി TWSയിലേക്ക് കിടക്കാം. TWSൻ്റെ ഫീച്ചേഴ്സും അതേപോലെ കേസും എല്ലാം തന്നെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ട്രൂക്ക് ബഡ്സ് പ്രോ. അപ്പോൾ നമുക്ക് കാണാം, ഇതാണ് ചാർജിങ് കേസ്. ചാർജിങ് കേസിൻ്റെ 2 സൈഡിൽ ആക്ച്വലി ഒരു റഫ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രിപ്പിന് വേണ്ടി റഫ് ഫിനിഷാണ് 2 സൈഡിലും കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നെ ട്രൂക്കിന് ബ്രാൻഡിങ് കാണാം. പിന്നെ ചാർജിങ്, അതായത് ചാർജിങ് ചെയ്യുന്നത് കാണാം. ബാറ്ററി പെർസെൻറ്റേജ് ആണ് 99% ആണ് ഇതിനകത്ത്. ബാറ്ററിയിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇയർഫോൺസിന് കാണാം. പിന്നെ താഴെ USB Type-C ചാർജിങ് പോർട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് പെയർ ചെയ്യാനുള്ള ഒരു ബട്ടനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കേസിൻ്റെ ഒരു ഡിസൈൻ കുഴപ്പമില്ല, കുറച്ചൊരു ലാർജ് കേസാണ് എങ്കിലും ഒരു മാറ്റ് ഫിനിഷ് ഡിസൈന്, കുഴപ്പമില്ലാത്ത ഒരു നല്ല ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് റബ്ബറി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നല്ലൊരു എന്താ പറയുക ഹാർഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാറ്ററി ഇതിൻ്റെ കാര്യം ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നല്ല ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇനി തുറക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മെൻഷൻ ചെയ്ത് കാണാം. അതേപോലെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം, അതായത് 2 ബഡ്സിലും LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റിക് മെക്കാനിസം നല്ലതാണ് ആക്ച്വലി, കുഴപ്പമില്ലാത്ത ഒരു മാഗ്നറ്റിക് മെക്കാനിസം, വളരെ ഫ്ലിംസി ഒന്നുമല്ല, അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു മാഗ്നറ്റിക് മെക്കാനിസമാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കേസിൽ നിന്ന് TWS ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ TWS ട്രൂക്ക് ബഡ്സ് പ്രോ. അപ്പോൾ നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് കാണുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ട്രൂക്ക് നീതിയാണ്. ഇവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് ക്രോം ഫിനിഷ് കാണാം. 2 മൈക്രോഫോൺ കാണാം. പിന്നെ ചാർജിങ് പോർട്ട് കാണാം. താഴെ നമുക്ക് ചാർജിങ് പോർട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇയർ ടിപ്സും കാണാം. അപ്പോൾ ഇയർ ടിപ്സ് ആക്ച്വലി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. നമുക്ക് സ്മോൾ ആൻഡ് മീഡിയം കൂടെ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1 സ്റ്റെപ്പ് ഇൻസ്റ്റൻറ്റ് പെയറിംഗ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നമുക്ക് പെയർ ചെയ്യാം. അതേപോലെ 12.4 mm ഡൈനാമിക് ഡ്രൈവേഴ്സാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2 ആണ്, SBC ആൻഡ് AC ആണ് കോഡെക്ക് വരുന്നത്. അതേപോലെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. അതേപോലെ 30 dB ANC ENC ഇൻക്ലൂഡ് ആണ്. ക്വാഡ് മൈക്രോഫോൺ, അതായത് 4 മൈക്രോഫോണാണ് 2 TWSലും. ഈ 2 മൈക്രോഫോൺ വെച്ച് എന്താ പറയുക നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ കോൾസിനും നല്ലൊരു നോയ്സ് ക്യാൻസലേഷൻ ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രാൻസ്പാരൻസി മോഡുണ്ട്, അതായത് നമ്മൾ ANC ടേൺ ഓൺ ചെയ്താലും നമുക്ക് നമ്മൾ ഇപ്പോൾ ഒരു ക്രൗഡഡ് ഏരിയ കൂടെ നടക്കുക അല്ലെങ്കിൽ നമ്മൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ട്രാൻസ്പാരൻസി മോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിരി ആൻഡ് ഗൂഗിൾ വോയിസ് അസിസ്റ്റൻ്റ് സപ്പോർട്ടും ഉണ്ട്. ഡബിൾ ടാപ്പ് ലെഫ്റ്റ് ഇയർബഡാണ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിലേക്ക് കണക്റ്റഡ് ആവുന്നു. അതേപോലെ IPX4 റേറ്റിംഗ് ഉണ്ട്. ലോ ലേറ്റൻസി പറഞ്ഞത് 40 millisecond ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി ഇതിനകത്ത് നമുക്ക് സൗണ്ട് ക്വാളിറ്റീൻ്റെ കാര്യം പറയാം. അപ്പോൾ ഞാനിത് ആക്ച്വലി ഒരു 3-4 ദിവസമായി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല ഒരു സൗണ്ട് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പൊതുവേ നമുക്ക് സൗണ്ട് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇയർഫോൺസ് ആകുമ്പോൾ പ്രത്യേകിച്ച് സൗണ്ട് ക്വാളിറ്റി അത്രയ്ക്ക് മികച്ചതാവാറില്ല. പക്ഷേ ഇവിടെ നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. 1699 രൂപയ്ക്ക് അത്യാവശ്യം ഭേദപ്പെട്ട സൗണ്ട് ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, സൗണ്ട് സിഗ്നേച്ചറും കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. ഒരുപാട് ബേസിലേക്ക് പോകുന്നില്ല,
എന്നാൽ ഒരുപാട് വോക്കൽസിലേക്കും പോകുന്നില്ല, കുറച്ചൊരു നല്ല ബാലൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു 70-75% വോളിയത്തിലൊക്കെ കുഴപ്പമില്ല. ഒരുപാട് വോളിയം ക്രാങ്കപ്പ് ചെയ്യണം, അതായത് ഒരു 100% വോളിയത്തിൽ വരുമ്പോൾ കുറച്ചൊരു ചെറിയൊരു പതർച്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ആ ഒരു ട്രിബിളിന് ഒരു ചെറിയൊരു പതർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ വോളിയത്തിൽ കേൾക്കുമ്പോൾ അത്രയ്ക്കൊരു ഗ്രേറ്റ് സൗണ്ടിങ് അല്ല, എങ്കിലും ഒരു 70-75% കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സൗണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബേസും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കോൾ പെർഫോമൻസ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കോഡ് മൈക്രോഫോൺ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ നോയ്സ് എല്ലാം ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ANC കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ANC ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ANC ഡബിൾ ക്ലിക്ക് വഴി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ANC പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ്, അതായത് 2000 രൂപയ്ക്ക് താഴെയുള്ള ഇയർഫോൺസിൽ കിട്ടാവുന്ന ഒരു നല്ല ക്വാളിറ്റി ANC ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഒരു ഫാൻ റൺ ചെയ്യുന്ന റൂമോ അല്ലെങ്കിൽ ഒരു AC റൺ ചെയ്യുന്ന റൂമൊക്കെ ആണെങ്കിൽ ആ ഒരു നോയ്സൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരുപാട് നോയ്സ് ക്യാൻസലേഷൻ എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം ഇത് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് TWS ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ANC കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു രീതിയിൽ നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് സിംഗിൾ ടാപ്പ് പ്ലേ സ്റ്റോപ്പ്, അതേപോലെ ഡബിൾ ടാപ്പ് നമുക്ക് നെക്സ്റ്റ് ട്രാക്ക് എടുക്കാം. അങ്ങനെ ഓപ്ഷൻസ് എല്ലാം ജസ്റ്റേഴ്സ് വളരെ നല്ല ജസ്റ്റേഴ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ജസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ജസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ അപ് ടു 48 hours ആണ്, ഇൻക്ലൂഡിങ് കേസ്. സിംഗിൾ ചാർജിൽ അപ് ടു 10 hours പ്ലേ ബാക്ക് ടൈമാണ് കിട്ടുന്നതാണ് പറയുന്നത്. അത്ര കിട്ടിയില്ലെങ്കിൽ പ്രോബ്ലി ടുഗെദർ എനിക്ക് തോന്നുന്നു ഒരു 40 മണിക്കൂറൊക്കെ കിട്ടേണ്ടതാണ്. ഒരു 7 to 8 hours ഓൺ ആൻ ആവറേജ് സിംഗിൾ ചാർജിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത നല്ലൊരു ബാറ്ററി ലൈഫായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ ട്രൂക്ക് എത്രത്തോളം നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത, ഡെഫിനറ്റ്ലി ഒരു 1699 രൂപയ്ക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ട്രൂക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സൗണ്ട് ക്വാളിറ്റി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അതേപോലെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കോൾസിലുള്ള നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ബേസ് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ പരാതികളൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രൂക്ക് ബഡ്സ് പ്രോ എന്ന് പറയുന്ന TWS. അപ്പോൾ എനിക്ക് കംഫർട്ട് ലെവലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി നല്ലൊരു ഫിനിഷ് ഇവിടെ നമ്മുടെ ഇല്ലേ ഒരു മാറ്റ് ഫിനിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻ ഹാൻഡ് ഫീലും അതേപോലെ നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ ഒക്കെ നമുക്കൊരു നല്ല ഒരു കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് TWSൻ്റെ ഇയർ ടിപ്സും ചേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് അഥവാ സൈസ് ചെറുതായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് മീഡിയമോ ലാർജോ വെക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ട്രൂക്ക് ബഡ്സ് പ്രോൻ്റെ ഒരു ക്വിക്ക് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഇത് അവൈലബിൾ ആണ് 1699 രൂപയ്ക്ക്. ഇത് ഓഫർ കഴിഞ്ഞാൽ 1999 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സൗണ്ട് സിഗ്നേച്ചറും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ട്രൂക്ക് ബഡ്സ് പ്രോൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.